Hello everyone, welcome back to our channel. സാധാരണ ഞാൻ രണ്ട് ബാഗാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് ബാഗാണിത്. കാരണം എനിക്ക് കുഞ്ഞു മോൾ ഉള്ളതുകൊണ്ട് അവൾക്കൊരു ബാഗ് സെപ്പറേറ്റ് വേണം. പിന്നെ ഇതെന്റെ ഓഫീസിൽ കൊണ്ടുവന്ന ബാഗ്. ഇത് ഞാൻ രണ്ടും ഒരുമിച്ചിട്ട് എടുക്കാറില്ല. ഇത് ഓഫീസിൽ മാത്രം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ്. പിന്നെ പുറത്തു പോകുമ്പോൾ മോസ്റ്റ്ലി അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഞാൻ എന്റെ സാധനങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി ഈ ഒരൊറ്റ ബാഗ് ഞാൻ എടുക്കാനായിട്ട് നോക്കാറില്ല. കാരണം എല്ലാം കൂടെ ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവില്ല. അപ്പം ആദ്യം എന്റെ ഓഫീസ് ബാഗിൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഇപ്പൊ കുഞ്ഞാവില്ലാത്ത പുറത്തു പോകുന്ന അവസരങ്ങളിൽ ഈ സാധനങ്ങൾ തന്നെ ഞാൻ വേറെ ബാഗിലേക്ക്, അപ്പൊ നമുക്ക് സ്യൂട്ടായി തോന്നുന്ന വേറെ ബാഗിലേക്ക് മാറ്റാറുണ്ട്. അപ്പൊ ഈ ബാഗിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. എന്തൊക്കെ കാണിക്കാം. ഫസ്റ്റ് എന്റെ മൊബൈൽ, iPhone 10 ആണ്, X ആണ് മൊബൈൽ യൂസ് ചെയ്യുന്നത്. കുഞ്ഞാവിടെ തന്നെ ഫോട്ടോ ആണ് പ്രൊഫൈൽ ഇട്ടേക്കുന്നത്. സമയമൊക്കെ കാണാനല്ല, അപ്പൊ ഈ സമയത്തായി വീഡിയോ എടുക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ എന്താ പറയുക, ജീവവായു എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ചാർജർ. എവിടെ പോയാലും എനിക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ചാർജർ. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം എൻ്റെ മേക്കപ്പ് ബാഗ്. ഇപ്പൊ ഇതാ ഞാൻ പുറത്തു പോയി വന്നിട്ടുള്ളതുകൊണ്ട് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് എന്തുള്ളതെന്ന് ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് കാണിക്കാം. ആദ്യം തന്നെ ഇതാ ഒരു മിറർ. എൻ്റെ ഫ്രണ്ട് ഇപ്പൊ ഇതാ തുർക്കിയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ലൊരു മിറർ. ഈ മിററിന്റെ സൈഡിൽ ഒരു സൈഡിൽ നമ്മൾ വലുതായിട്ട് കാണും, ഒരു സൈഡിൽ ചെറുതായിട്ട് കാണും. അങ്ങനത്തെ മിറർ എന്തോ പേര് പറയും, പക്ഷെ എനിക്ക് ആ പേരറിയില്ല. അത് പിന്നെ ഇതൊരു കോമ്പാക്ട് പൗഡറാണ്. ഞാൻ ഓർഡറിലൊന്നും അല്ല കാണിക്കണം കേട്ടോ. ബാഗ് ഇപ്പം ഇച്ചിരി ക്ലംസി ആയിട്ട് എടുക്കാം, അതുപോലെ കാണിക്കുന്നു. ഇതൊരു പൗഡർ. ഇത് ഫ്ലേമർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ്. നല്ല ഇതുണ്ട്, ഗ്ലോ നന്നായി നമുക്ക് ആ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഈ പൗഡർ ഇട്ട് കഴിയുമ്പോൾ നല്ല ഗ്ലോ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്ന ഇത് ബ്രഷ്. പിന്നെ ഇതിൻ്റെ മസ്കാരോ, ഇതിൻ്റെ പേരെന്താ, എക്സ്ട്രീം. ഇത് എൻ്റെ ഓഫീസിൽ എനിക്കൊരു സൗദി കുട്ടി ഗിഫ്റ്റ് ചെയ്ത സാധനമാണ്. പിന്നെ മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് ലിപ്സ്റ്റിക്ക്. ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ട് സജില ഗിഫ്റ്റ് ചെയ്തതാണ്. സജില സിറാജ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ലോറിയലിൻ്റെ നല്ല രണ്ട് ലിപ്സ്റ്റിക്ക്. ഷെയ്ഡ് പറയുകയാണെങ്കിൽ ഇതൊരു ഇത്തിരി ഡാർക്ക് റെഡിഷ് പോലത്തെ ഒരു ഷെയ്ഡാണ്. അതൊരു പാക്കറ്റിലൊരു 4-5 ഇതുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ഒരു എന്താ പറയുക, പിങ്കും അല്ല ബ്രൗണും അല്ലാത്തൊരു കളറ്. രണ്ട് ലിപ്സ്റ്റിക്ക്. മെയിനായിട്ട് ഞാൻ ഈ ബ്രൗൺ കളർ ലൈറ്റാണ് ഉപയോഗിക്കുക. എനിക്ക് എപ്പോഴും ഇത്തിരി ലിപ്സ്റ്റിക്ക് ഇട്ടാൽ വേറെ ഒന്നും ഇട്ടില്ലല്ലോ ഒരു സന്തോഷമാണ്. പിന്നെ ലിപ് ബാം. കാരണം ഇവിടുത്തെ ഒരു എന്താ പറയുക ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് എപ്പോഴും ആവശ്യമുള്ള സാധനം. പിന്നെ എനിക്കധികം കണ്ണെഴുതാൻ അറിയില്ല, എന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഹിമാലയയുടെ ഒരു ഐലൈനർ. വെക്കാറുണ്ട്, പക്ഷെ ഞാൻ എഴുതാറില്ല. എന്നെ സ്ഥിരം കാണുന്നവർക്കറിയാം ഞാൻ അങ്ങനെ ഐലൈനർ എഴുതില്ല. പിന്നെ വേറൊരു ലിപ് ബാം, ഒരു 2-3 പെൻസിൽസ്. ഇത്രയാണ് എൻ്റെ മേക്കപ്പ് ബാഗിലുള്ളത്. പിന്നെ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന പ്രൈമറായിട്ട് ഉപയോഗിക്കുന്ന വിറ്റാമിൻ ഇ, ബോഡി ഷോപ്പിന്റെ വിറ്റാമിൻ ഇയുടെ ക്രീമാണ്. പിന്നെ എപ്പോഴും എൻ്റെ ബാഗിലുള്ളതൊരു ഹാൻഡ് ക്രീം. ഇത് ജെർജൻസിന്റെ ആണ്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൽ നമുക്ക് ഏത് ക്ലൈമറ്റിലാണ് ഇത് ആവശ്യമുണ്ട് അത്. പിന്നെ ഒരു ബുക്ക്. കാരണം എനിക്ക് ഓഫീസിലൊക്കെ പോകാൻ പെട്ടെന്ന് എന്തെങ്കിലും നോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ അപ്പോഴായിരിക്കും സജിന് ഒരു നമ്പർ നോട്ട് ചെയ്യാൻ പറയാം. അന്നേരം പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബുക്ക്. പിന്നെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനം ക്ലിപ്പ്. പിന്നെന്താ ബുഷ്. പിന്നെ ഒരു ഫേസ് വാഷ്, ഒരു പെർഫ്യൂമൊക്കെ തീർന്നു. പെർഫ്യൂം കളർമയുടെ പെർഫ്യൂം. ഫേസ് വാഷ് ആണെങ്കിൽ ഹിമാലയയുടെ. പിന്നെ എൻ്റെ വാലറ്റ്. ഇതിൽ മെയിനായിട്ട് എൻ്റെ കാർഡ്സ്, പിന്നെന്താ ഫോട്ടോസ്. ക്യാഷൊന്നുമില്ല, നോക്കൂ, ക്യാഷൊന്നുമില്ല. ക്യാഷ് ഫുൾ സാറിൻ്റെ കയ്യിലാണ്. ഇത് പിന്നെ എപ്പോഴും ഞാൻ ഇത് ആവശ്യമുള്ള സാധനം. അതിന് ബാൻഡ് ഇതിലിട്ടേക്കും. പിന്നെ ഇതെൻ്റെ ഓഫീസ് ടാഗ്. പിന്നെ ഇതെന്റെ ID കാർഡ്സ്. ഇപ്പം സൗദി അറേബ്യയിലാവുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളുടെ ഇക്കാമ, ഇൻഷുറൻസ് കാർഡ് അങ്ങനെയൊക്കെ. അപ്പം എന്റേതും മോൾഡേതും രണ്ടും ഇതിനകത്ത്.
പിന്നെ ഇതൊരു വൈപ്സ് ഓൾമോസ്റ്റ് അത് കഴിഞ്ഞിട്ടുണ്ട്, 3 ഉള്ളൂ. പിന്നെ ഇത് ഒരു മെഡിസിൻ തലവേദനയുടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കാർഫ് കുത്തുന്ന പിൻ, ഇത് എപ്പോഴും ആവശ്യമുള്ള, എനിക്ക് എല്ലാ ലേഡീസിൻ്റെയും കയ്യിൽ ഇത് എപ്പോഴും കാണും. പിന്നെ ഇതെൻ്റെ കോയിൻസ് മാത്രം ഇടുന്ന ഒരു ചെറിയ വാലറ്റ്. അങ്ങനെ എൻ്റെ ഗ്ലാസ്, ഇത് എനിക്ക് എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്, ഫിലിപ്പീൻസിൽ നിന്ന് വന്നപ്പം ഫുള്ളി ഗിഫ്റ്റാണ്. പിന്നെ എൻ്റെ ഹെഡ്സെറ്റ്, പിന്നെ എൻ്റെ പെർഫ്യൂം, പിന്നെ ഒരു ചീപ്പ്. ഇത്രയാണ് എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന ബാഗിലുള്ളത്. അപ്പം എൻ്റെ ഓഫീസ് ബാഗിൽ എല്ലാവരും കണ്ടു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ കൂടുതലും ഈ ബാഗാണ് ഉപയോഗിക്കുന്നത് പുറത്ത് പോകുമ്പം. അന്നേരം ഇതിൻ്റെ അകത്താണ് അതിലും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൂടെ ഞാൻ ഇതിൽ വെച്ചിട്ട് മാക്സിമം ഇത് കൊണ്ടുപോകാൻ നോക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ കാരണം നമ്മുടെ ഗ്രൂപ്പിലും അതുപോലെ എല്ലായിടത്തും എന്താ പറയുക ഒരുപാട് അമ്മമാരുണ്ടല്ലോ, അപ്പം അവർക്കും കൂടി ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എന്താ പറയുക സെൻട്രൽ പോയിന്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബാഗാണ്. അവിടെ ഇങ്ങനെ ബേബീസിന് വേണ്ടി ഇങ്ങനത്തെ ബാഗ് അവൈലബിൾ ആണ്. അപ്പം അവിടെ നിന്ന് വാങ്ങിയൊരു ബാഗാണ്. പിന്നെ അത്യാവശ്യങ്ങളിലുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ ഇതിൽ ഞാൻ മെയിനായിട്ട് മോളുടെ ബോട്ടിൽസ്, ഞാൻ എപ്പോഴും ഒരു സ്പെയർ ഒരു 3 ബോട്ടിലെങ്കിലും എടുക്കും. എല്ലായിടത്തും പോകുമ്പോൾ നമുക്ക് അങ്ങനെ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ബോട്ടിൽസ് ഒരു 3 ബോട്ടിൽസ് എങ്കിലും ഉണ്ടാവും അതിൽ. പിന്നെ മോൾക്ക് വൈപ്സ്, പിന്നെ ഒരു ചെറിയൊരു സാനിറ്റൈസർ. ഇതെൻ്റെ മറ്റേ ബാഗിൽ ഉണ്ടാവലുണ്ട്, അപ്പം അതിലുണ്ട്. കാരണം മോളെയും കൊണ്ട് പോകുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് അവിടെ ഉണ്ടാവുക. പിന്നെ കുറച്ച് സ്മോൾ ടവൽസ്, അങ്ങനെ കുറച്ച് സ്മോൾ ടവൽസ് ഉണ്ടാവും. പെട്ടെന്ന് ഒന്ന് മുഖമൊക്കെ അവളുടെ തുടയ്ക്കാനും ഒക്കെ ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ടവൽസ്, പെട്ടെന്ന് മുഖമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പോകാൻ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ സെപ്പറേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇതാ നന്നായിട്ട് സെപ്പറേഷൻസ് ഉണ്ട് ബാഗിൻ്റെ അകത്ത്. അപ്പം ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാ ഈ സൈഡിൽ ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ മോളുടെ പാമ്പേഴ്സ് ഒക്കെ അങ്ങനെ ഇപ്പം ഇങ്ങനെ എനിക്ക് ഇവിടെ വെക്കാൻ സാധിക്കും. അപ്പോൾ അത് വേറെ ഒന്നുമായിട്ട് മിക്സ് ആയി പോവില്ല, വേറെ എന്തെങ്കിലും പൊടിയൊക്കെ ആവാൻ പറ്റാതെ നല്ല സേഫായിട്ട് അവിടെ വെക്കാൻ സാധിക്കും. പിന്നെ ഈ സൈഡിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ടവൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഇതിൽ വെക്കാൻ സാധിക്കും. ഇതിലിപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇത് എല്ലാത്തിലും യൂസ് ചെയ്യും. അപ്പം എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ അതിൽ തിരികെ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് ഒരു ഫ്ലാസ്ക്, അതിന് സെപ്പറേറ്റ് ഒരു ഇതുപോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളം, എൻ്റെ മോള് കുറുക്കൊക്കെ കുടിക്കുന്ന പ്രായം, അതുകൊണ്ട് ഒരു ചൂടുവെള്ളം. പിന്നെ ഇത് അവൾക്കൊരു സ്നാക്ക് ബോക്സ്, എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഇത് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കും. പിന്നെ ഒരു ചെറിയ സിർലാക്കിൻ്റെ ഒരു ചെറിയ ബോക്സ്, പിന്നെ ഒരു മിൽക്ക് പൗഡർ. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സിലാക്കിയാലും നമുക്ക് ആ ഫുള്ളായിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് വെള്ളം കുടിക്കുന്നത്, മറ്റേതൊക്കെ ഞാൻ പാൽ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിലല്ലേ സിർലാക്കിനൊക്കെ ഉപയോഗിക്കുന്നു. ഇത് ചെറുതായിട്ട് വെള്ളം കുടിക്കാൻ ഇങ്ങനെ കുഞ്ഞു ബോട്ടിലാക്കിയിട്ട് അവരുടെ കയ്യിൽ തന്നെ കൊടുത്താൽ നടന്നുകൊണ്ട് ഇങ്ങനെ വെള്ളം കുടിച്ചോളൂ. അപ്പം അങ്ങനെ കുട്ടികളെ വെള്ളം കുടിപ്പിക്കണം എന്നാണ്, എന്നാലേ മുതിരുമ്പോഴും വെള്ളം കുടിക്കുള്ളൂ. അപ്പം അതിൻ്റെ അകത്ത്. പിന്നെ ഒരു സ്പെയർ ഒരു ഡ്രസ്സ്, ഇപ്പം ഞാൻ പുറത്ത് പോയി വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്ന ഒരു സ്പെയർ ഡ്രസ്സ്. അത് 1 or 2 ഡ്രസ്സ് വെക്കാം. അത് എന്താ പറയുക കുട്ടികൾ എപ്പോഴും അത് മുഷിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാനൊരു ടവൽ വെച്ചിട്ടുണ്ട്, കാരണം എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ആയാലൊന്ന് ദേഹമൊക്കെ വൃത്തിയാക്കി ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് 2 ടവൽ വെച്ചിട്ടുണ്ട്. ഇത് ഒരു സ്പെയർ ടവൽ തന്നെ. പിന്നെ ഒരു സോക്സ്, കാരണം അവൾക്ക് എപ്പോഴും സോക്സ് ഞാൻ ഇട്ട് കൊടുക്കും, അപ്പം അതൊരു സോക്സ്. ഇത്ര തന്നെയാണ് ഈ ബാഗിൻ്റെ അകത്ത് ഉള്ളത്. ഇതാണ് എൻ്റെ ബേബി ബാഗിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇവിടെ എനിക്ക് വേറൊരു സെപ്പറേറ്റ് ഇതുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്കതങ്ങനെ ആവശ്യമില്ല, എന്നാലും ഇതിൻ്റെ അകത്ത് എനിക്കൊരു ചെറിയൊരു എന്താ പറയുക ചെറിയ മാറ്റ് പോലെ ഒരു സാധനം ഉണ്ട്. അത് നമ്മൾ ബേബി ചേഞ്ചിങ് റൂമിലൊക്കെ അത് വെച്ചാൽ കുട്ടികളെ അതിലിരുത്തിയിട്ട് നമുക്ക് പാമ്പേഴ്സൊക്കെ മാറ്റി കൊടുക്കാനും ഒക്കെ പറ്റും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതിലൊരു 2 കവർ വെച്ചിട്ടുണ്ട്. കവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് പാമ്പറൊക്കെ മാറ്റിയിട്ട് ഇപ്പം പെട്ടെന്ന് നമുക്ക് പുറത്ത് കളയാൻ പറ്റാത്ത അവസരമാണെങ്കിൽ അതിൽ കിട്ടിയിട്ട് നമുക്ക് ബാഗിൽ വെക്കാമല്ലോ, പിന്നീട് വരുമ്പോൾ അത് കളയാം. അപ്പം ഇത്രയാണ് എൻ്റെ ഈ ബാഗുള്ളത്. അപ്പം എൻ്റെ 2 ബാഗും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പൊ എല്ലാവർക്കും എന്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയി പോയി, കാരണം ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന 2 ബാഗ്സ് ആണ് ഞാൻ കാണിച്ചത്. അതിൻ്റെ അകത്തുള്ള സാധനങ്ങളും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് പുറത്തായിട്ടുണ്ട്, കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പുറത്ത് പോയി വന്നേ ഉള്ളൂ. അപ്പൊ യൂസ് ചെയ്തിട്ടൊക്കെ ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം നോർമലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒത്തിരി എന്താ പറയാ വലിയ വലിയ സാധനങ്ങളൊന്നും എന്റെ ബാഗില്ല, ചെറിയ ചെറിയ സാധനങ്ങൾ. അപ്പം എന്താ പറയാ, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുക. അപ്പം ഒരു വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്, അതിന്റെ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു പേടിയൊക്കെ ഉണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് വാച്ചിങ് അവർ വീഡിയോ. അസ്സലാമു. We'll be right back.